എപ്പിസോഡ് തുടക്കത്തിൽ കാണുന്നത് നമ്മളുടെ ബി ടീം 4 പോയിൻ്റ് ആയിരിക്കുന്നു. പിന്നെ ഇസാക്കി ടീമിനുള്ള 2 പോയിൻ്റ് ആയിട്ടുള്ളൂ. ഇസാക്കി ആയിരിക്കും ഇത് നല്ല കാര്യമില്ല, ഞങ്ങൾക്ക് 2 പോയിൻ്റുള്ളൂ, അവർക്ക് 1 പോയിൻ്റ് കൂടെ ഇട്ട് ജയിക്കുക അവർ. അതുകൊണ്ട് എനിക്കങ്ങനെ ജയിക്കാൻ പറ്റുള്ളൂ, എനിക്ക് ജയിച്ചേ പറ്റുള്ളൂ. അവരുടെ മുഖത്തൊക്കെ നല്ല പ്രതീക്ഷകൾ കാണുന്നുണ്ട് ഒരുപാട്. പക്ഷേ ഇതിലത്തെ കോർ പ്ലെയറായ ടോപ്പ് നമ്പർ 1 ഉം 2 ആയ ഷിഡോയും നമ്മളുടെ റിനു ഒരുമിച്ച് കളിക്കണില്ല. ഒരു അവരൊരുമിച്ച് കളിക്കണില്ല. അതുകൊണ്ടാണ് കളി തോക്കുന്നത്. അവർ ശത്രുക്കളെ പോലെ കളിക്കുന്നത്. അവർക്ക് ജയിക്കാൻ അവർ സ്വന്തം ഗോളിൻ്റെ വഴി കളിക്കുന്നത്. അത് കാരണം ഈ കളി പൊട്ടുന്നത്. പശയ്ക്ക് ഐഡിയ കിട്ടി, ഐഡിയ വെച്ച് ഞാൻ അവരെ തോൽപ്പിക്കും എന്ന് പറയും ഇസാക്കി ആലോചിക്കും. പിന്നെ അവർ തല്ലൂട്ടം കാണിക്കും. പിന്നെ ഞാൻ പിടിച്ചാലും മാറ്റിയെടുത്തിട്ട് കളി തുടങ്ങാൻ പറയും. എന്നിട്ട് കളി തുടങ്ങും. ഇസാക്കി വീണ്ടും ആലോചിക്കും, ഈ പ്ലെയേഴ്സിനെ വെച്ചിട്ട് തന്നെ ഞാൻ ജയിക്കും, ഈ റിനിനെ ഷീഡോനെ വെച്ചിട്ട് ഞാൻ ജയിക്കും ഇസാക്കി ആലോചിക്കും. പിന്നെ നമ്മളെ കളിയിറങ്ങുമ്പോൾ നമ്മൾ ഹിയോറിയുടെ ബോളാണ്. അപ്പോൾ ഹിയോറി നമ്മൾ റിന് പാസിട്ട് അവരൊമ്മയ്ക്ക് ഒറ്റോയെ വരുന്നത്. പക്ഷേ ഇസാക്കിയാണ് ഫ്രീ ആണ്. ഇസാക്കി പാസിട്ട് എടുക്കാൻ നിൽക്കുമ്പോഴാണ് അവർക്ക് നമ്മളെ കറാസ് വരുന്നത്, നമ്മളെ ഇസാക്കിനെ ഇതാക്കാൻ, ഡിഫെൻഡ് ചെയ്യാൻ. പക്ഷേ ഇസാക്കി ആലോചിക്കും, എന്ത് ചെയ്യും ഇവനെ മാറ്റാൻ, എനിക്ക് എങ്ങനെയും ഇവനെ മാറ്റണമെന്ന് പറയും. പെട്ടെന്നാണ് അവർക്ക് ഇസാക്കിക്ക് പോലെ ഒരാൾ വരുന്നത് ഇസാക്കിക്ക് വേണ്ടി, അവനെ മാറ്റാൻ വേണ്ടി നമ്മളെ കറാസിനെ. അപ്പോൾ കറാസ് ആലോചിക്കില്ല, നമ്മൾ ഇസാക്കി ആലോചിക്കും, എന്തുകൊണ്ട് കറാസൻ ഇവനെ വെച്ചിട്ട് നാസിനെ വെച്ചിട്ട് കറാസിനെ മാറ്റിക്കൊടച്ചിട്ട് കറാസിൻ്റെ സൈഡിൽ കൂടെ പോയിട്ട് ഒഴിവായിട്ട് അയാൾ ബോൾ എടുക്കുകയാണ് ഇസാക്കി. എന്നിട്ട് ആ ബോളോട് നേരെ പോവുകയാണ്. അപ്പോൾ ഇസാക്കി ആലോചിക്കും, അവിടെ ഷീഡോ ഉണ്ട്, പക്ഷേ റിന്നിന് പാസ് എടുക്കാൻ പറ്റില്ല. റിന്നിന് പാസ് എടുത്ത് ഒട്ടയുള്ള കാരണം അത് തടയും. പക്ഷേ ഷീഡോക്ക് പാസ് എടുക്കാം, കാരണം ഷീഡോ അവിടെ ഒറ്റക്കാണ്. എന്നിട്ട് തിരിച്ച് പാസ് തരും. പെട്ടെന്ന് ഷീഡോ ഗോൾ പോസ്റ്റിനോട് വന്നിട്ട്, സാക്കി എനിക്ക് പാസ് ആയിട്രാ എന്ന് പറയുന്നത്. സാക്കി എനിക്ക് മനസ്സിലായി, എനിക്ക് പാസ് ഇട്ടിരുന്ന കാരണം കൊണ്ടാണ് ഞാൻ പോയിട്ടിരുന്ന പാസ് എന്ന് പറഞ്ഞുകൊണ്ട് ഇസാക്കി അവന് പാസ് ഇട്ട് എടുക്കണേ. അപ്പോൾ ഇവൻ പറയും നൈസ് അസിസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഗോൾ അടിക്കണം സൈഡിൽ കൂടെ പോയിട്ട്. ഒരു അൺപ്രെഡിക്റ്റബിൾ ഗോൾ, ഗോൾ എല്ലാവരും കണ്ട് ഞെട്ടും. ഒരു ബനാന ഷോട്ടോ, എന്ത് ഇത്രയും ഗോൾ അടിച്ചോ, നല്ല ഫിസിക്ക് ഉണ്ടല്ലോ എന്ന് പറയും. ഇസാക്കിയുള്ള തൊള്ളയും പൊളിച്ചെന്ന് വായും പൊളിച്ചിരിക്കും. നന്നാസ് എന്ന് പറയും, ഇവരൊക്കെ നല്ല പ്ലേയേഴ്സാണ്, നമ്മളൊക്കെ ഒന്നും പറ്റില്ല അത്രേ. നീ അസിസ്റ്റ് കൊടുത്തില്ല, നല്ല അസിസ്റ്റ് ഇസാക്കി, നീ ഇത്രയും കളിക്കണില്ലേ, എനിക്ക് പോലും ഇത്ര കളിക്കാറില്ല അറിയും. ഇസാക്കിയാലേക്കും അവർ 2 പേരും ഒരുപാട് വളർന്നു. കാരണം അവരാണ് ഈ ടീമിൻ്റെ കോർച്ചൽ, ഈ നമ്പർ 2 എന്ന് പറയും. പിന്നെ കളി വീണ്ടും തുടങ്ങുകയാണ്. അപ്പർ ടീമിലത്തെ ആൾക്കാരിലേക്കും എൻ്റെ കറാസാലേക്കും ഇസാക്കി അവൻ്റെ ഫുൾ പവർ എടുക്കാൻ തുടങ്ങി. അതുകൊണ്ട് എനിക്ക് അവനെ നോക്കാൻ പറ്റില്ല, നീ ഗോൾ അടിക്കാനേ പറ്റുള്ളൂ പറഞ്ഞിട്ട് അങ്ങ് കയറിപ്പോണം. പക്ഷേ അവിടേക്ക് നമ്മൾ റിന്നറാണ് നമ്മളെ കറാസിനെ മാറ്റാൻ വേണ്ടി, നമ്മളെ കറാസുള്ള റിന്നെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി അവൻ്റെ കൈ കൊണ്ട് ഇതാക്കാൻ പോകും. പെട്ടെന്ന് ആ റിന്ന് അവൻ്റെ കൈ വെട്ടിമാറ്റി നമ്മൾ കാല് സൈഡിൽ വെച്ചിട്ട് ബോൾ വെച്ചിരിക്കുന്നത്. പെട്ടെന്ന് നമ്മൾ കഥാനായക വന്നിട്ട് ബോൾ എടുത്ത് കൊണ്ടുപോകണം ഇസാക്കി. അപ്പം ഞാൻ ആശയം ഹിയോറിയെ പറയും, ഇസാക്കി ഞാനിവിടെ ഉണ്ട് എന്ന് പറയും. ഇസാക്കിയാണ് ഹിയോറിക്ക് പാസ് എടുക്കും. ഹിയോറിയാണുള്ള ഞാൻ ആസക്കും. രണ്ടാളും പാസ് ചെയ്ത് അവസാനം അവിടെ എത്തും ഗോൾ പോസ്റ്റിൻ്റെ അവിടെ. പെട്ടെന്നാണ് അവിടെ ചികിരി വരുന്നത് നമ്മളെ ഹിയോറിയെ ഇതാക്കാൻ. പെട്ടെന്ന് ഇസാക്കി എല്ലാ സ്ഥലത്തേക്ക് പെട്ടെന്ന് ഓടുന്നത് തന്നെ. അപ്പം നമ്മളെ ബോൾ ഇട്ട് കൊടുക്കുക, പക്ഷേ ഇസാക്കി എടുക്കാൻ പറ്റിയില്ല, സൈഡിൽ കൂടെ പോവാണ്. പെട്ടെന്നാണ് നമ്മളെ കറാസൊന്ന് കളയുന്നത് വെച്ച് നോക്കുമ്പോഴാണ് റിന്നൊരു അടിക്കുന്നത്. അത് വമ്പൻ ഗോളായി പോവുകയാണ്. ഇപ്പം 4-4 സിറ്റുവേഷനാണ്. കറാസ് കളിക്കും, എനിക്ക് ടൈം കളയാൻ പറ്റില്ല, എനിക്ക് ഗോൾ അടിച്ചേ പറ്റുള്ളൂ എന്ന് പറയും. ഇസാക്കി കളിക്കും, എൻ്റെ പ്രസൻസ് എങ്ങനെ മനസ്സിലാക്കണം, ഞാനൊരു ഗോൾ അടിക്കണം, ഞാൻ വേസ്റ്റ് പ്ലെയറല്ല, എനിക്ക് ഗോൾ അടിച്ചേ പറ്റുള്ളൂ എന്ന് ഇസാക്കി ഇങ്ങനെ ആലോചിക്കുമ്പോഴാണ് പെട്ടെന്ന് ആരാണ് വിളിക്കുന്നത്. നോക്കിയത് ഹിയോറിയോ ചോദിക്കും. ഇസാക്കി അത് വളരെ ക്ലോസ് ആയിരുന്നു, കടിക്കാൻ പറ്റുന്ന ഗോളിരുന്നെന്ന് പറയും. അപ്പോൾ ഇസാക്കി പറയും, എനിക്ക് അടിക്കാൻ പറ്റില്ല, എൻ്റെ കാൽക്കുലേഷൻസൊക്കെ ഒരുപാട് പറ്റുന്നുണ്ട്, പക്ഷേ എൻ്റെ ബോഡി അതിന് പോകണില്ല എന്ന് പറയും. അപ്പോൾ നമ്മൾ ഹിയോറിയോ പറയും, നിൻ്റെ കാൽക്കുലേഷൻസ് ഒരുപാട് പോകുന്നുണ്ട്, പക്ഷെ നിൻ്റെ ബോഡി അതിനനുസരിച്ച് പോകണില്ല. നീ റിഫ്ലക്ഷൻ പഠിക്കുക, നീ റിഫ്ലക്ഷൻ വെച്ചിട്ട് നീ ജയിക്കുക, നിനക്കതേ പറ്റുള്ളൂ. നിൻ്റെ ബോഡിയും നിൻ്റെ ആലോചന ഒരുമിച്ച് കൊണ്ടോ നിനക്ക് ഓടിക്കാൻ പറ്റും.
ഇതിൻ്റെ പേര് റിഫ്ലക്ഷൻ. നീ ഇത് ജയിക്കണം. ഈ കളി നിനക്ക് വേണ്ടിയുള്ള അടുത്ത ഗോൾ അത് എനിക്ക് വേണ്ടി പാസ് ചെയ്യും പറഞ്ഞിട്ട് ഇസാക്കിയോട് പറയാണ്. ഇസാക്കി ശരി കളി ഉറങ്ങാമെന്ന് പറയുന്നു. കളി ഉറങ്ങുകയാണ് ടീം ബി കളി ഉറങ്ങുകയാണ്. അപ്പം നമ്മൾ കറാസിൻ്റെ ബോൾ കറാസോയിലേക്കും എനിക്കങ്ങനെ അടുത്ത് ഗോൾ അടിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒട്ടോയ്ക്ക് പാസ് എടുക്കുകയാണ്. ഒട്ടയുള്ള പിടിച്ചിട്ട് നമ്മൾ ഒരു ക്രോസ് എടുക്കുകയാണ് ചിരിക്ക് ആ ബോൾ കിട്ടുക വെച്ച് നോക്കിയാൽ ആ ഗോളായി ചരിക്കുമ്പോൾ പെട്ടെന്ന് ആരാണ്ട് ചാടിയ ബോൾ എടുക്കും. നിലത്ത് കാല് കുത്താണ്. ഷിഡോ ബോൾ കളയും. പെട്ടെന്ന് തന്നെ നാശ കിട്ടുന്നത്. നാശ പറയും ഓ ഇസാക്കി ഇതേ അതിൻ്റെ ബോൾ എന്ന് പറയും. അപ്പോൾ ഇസാക്കി പറയും നൈസ് നാസേ നമുക്കുള്ളതാണ് ഹിയോറിയോ പോവാന്ന് പറയും. ഹിയോറിയോ നീ റിഫ്ലക്ഷൻ മനസ്സിലായി. നീ ഗോൾ അടിക്കാൻ മാത്രം പറ്റുള്ളൂ. എനിക്ക് റിനിൻ്റെയും ഷിഡോയുടെയും ഇതിൽ കൂടെ പോണേക്ക് ബ്ലൈൻഡ് സ്പോട്ടിൽ കൂടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇസാക്കിയാണല്ലോ നമ്മളെ ഹിയോറിയോക്ക് പാസ് എടുക്കും. ഹിയോറിയോ വീണ്ടും ഇസാക്കി പാസ് എടുക്കും. എന്നിട്ട് അങ്ങനെ പാസ് ചെയ്ത് അവർ ആ ഡിഫൻഡേഴ്സിനൊക്കെ കടന്നു പോയിട്ട് അവസാനം അവർ ഗോളടിക്കാൻ പോകും. പെട്ടെന്നാണ് അവരുടെ മുമ്പിലേക്ക് കറാസു വരുന്നത്. കറാസു എന്ന് പറയുമ്പോൾ നിൻ്റെ ഫുൾ പവർ തുടങ്ങിയില്ലേ, ഞാൻ നിന്നെ തോപ്പിക്കുന്നു പറയും. അപ്പോൾ ഇസാക്കിയാണല്ലോ റിനിന്നെ കാണും. പെട്ടെന്നാണ് ഹിയോറിയോ പറയുന്നത് നീക്ക് പാസ് ഇട്ടാട്ട്. അപ്പോൾ ഇസാക്കി അവൾക്ക് പാസ് ഇട്ടെടുക്കും അവനെ. അപ്പോൾ ഇസാക്കി വീണ്ടും പാസ് എടുക്കും. ഇസാക്കിയുള്ള വീണ്ടും അപ്പുറത്തേക്ക് പാസ് ഇട്ടെടുക്കും. പെട്ടെന്ന് അവൾക്ക് ചിഗിരി വരുന്നത്. ചിഗിരിനെ മൈൻഡ് ചെയ്യാണ്ട് അവളെ ഓടുകയാണ് ബോളും കൊണ്ട്. എന്നിട്ട് അവിടെ നമ്മളെ റിന്നും ഷിഡും ഫ്രീ ആയിട്ട് നിൽക്കുകയാണ്. അപ്പോഴാണ് കാണിക്കുന്നത് ഇസാക്കിയാണ് ആ ബ്ലൈൻഡ് സ്പോട്ടിൽ കൂടെ പോകുന്നത് പതുക്കനെ. അപ്പോൾ ഹിയോറിയക്ക് കണ്ട് മനസ്സിലാവും ആ ഗോളടിക്കാൻ പോകാമെന്ന്. അതിൻ്റെ റിഫ്ലക്ഷനും അതിൻ്റെ സെൻസും എല്ലാവരും ചൂടിയിട്ട് ഗോളടിക്കാൻ പോകണം. പക്ഷെ അവിടേക്ക് നമ്മൾ ഷിഡോ റിന്നു വന്ന് ആ ഗോളാക്കാൻ നോക്കിയാൽ അവർക്ക് പറ്റിയില്ല. അതിൻ്റെ ഉള്ളിൽ കൂടെ ആരോ പടഞ്ഞു പോയിട്ട് ഒരു ചീറ്റയെ പോലെ പോകുന്നു. എന്നിട്ടത് ഒരു ജെറ്റിൻ്റെ അകത്തിൽ ഒരു ഗോൾ അടിക്കുന്നു. അതൊരു അൺബിലീവബിൾ ഗോളാണ്. അതാരും ശ്രദ്ധിച്ചില്ല. ഇസാക്കി എന്നെല്ലാവരും വിളിക്കുന്നു. റിന്നും ഷിഡോയും ഇസാക്കി നീ എങ്ങനെ അതടിച്ചതെന്ന് ചോദിക്കുന്നു. ഈ കളി കഴിഞ്ഞു. മാച്ച് ഓവർ 5-4 ഇസാക്കി ഒഴിച്ച് അവസാനത്തെ ഗോൾ അടിച്ചു എന്ന് പറയുന്നു. ടീം എ വിജയിച്ചു എന്ന് പറയുന്നു. നന്നാസാണുള്ള ഇസാക്കിയുടെ മേത്ത് കയറി നിൽക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നു ഇസാക്കി അത് നല്ല ഗോളായിരുന്നു. നീ ആ ഷിഡോനെയും റിനിനെ കാട്ടി വളർന്നെന്ന് തോന്നുന്നു. കാരണം നീ അവരെ കാട്ടി ഒരു ഗോൾ അടിച്ചെന്ന് പറയുന്നു. ഷിഡോണിനെ പറയും ഇസാക്കി ഗോളായിരുന്നു. പക്ഷെ റിന്നു പറയും അത് വലിയ ഗോളായിരുന്നില്ല, ഇതെൻ്റെ ഗോളായിരുന്നു. നീ കട്ടെടുത്തില്ലേ, അതാണ് അടുത്ത പ്രാവശ്യം നിന്നെ ആ ഗോൾ ഞാൻ എടുക്കുമെന്ന് പറയും. ഇസാക്കിയാളെ കേട്ട മൈൻഡ് ചെയ്യാണ്ട് അവൻ ആലോചിക്കും അത് വമ്പൻ ഗോളായിരുന്നു, ഞാൻ അടിച്ചതിൽ ഏറ്റവും വലിയ ഗോൾ, ഞാൻ ഷിഡോയെക്കാളും റിനാട്ട് വളർന്നെന്ന് പറയും. പെട്ടെന്ന് ജിംബാച്ചി വന്നു. ജിംബാച്ചി ഇസാക്കിനെ നോക്കി എപ്പിസോഡ് കഴിഞ്ഞു.